ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ SP160 ഒരു യൂസർ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ട് ഒരു 15 ദിവസത്തോളം ഇപ്പോൾ ആയി. അപ്പോൾ ഈ 15 ദിവസത്തേക്ക് എനിക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ പോസിറ്റീവായിട്ടും എന്തൊക്കെ നെഗറ്റീവായിട്ടും തോന്നിയിട്ടുണ്ട് ഈ വണ്ടിയിൽ നിന്ന് കാര്യമാണ് ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സർവീസ് കഴിയുമ്പം ഏകദേശം 750 കിലോമീറ്ററാണ് പറയുന്നത്. ഇപ്പം നിലവിൽ ഇതിന് 601 കിലോമീറ്ററായി. ഞാൻ 501 കിലോമീറ്റർ ആയപ്പോഴത്തേക്കാണ് എനിക്ക് ഫസ്റ്റ് സർവീസ് വന്നത്. കാര്യം അതിൻ്റെ ഡേറ്റ് നമുക്കായത് 5-ാം തീയതിയാണ്. ഡിസംബർ 5-ാം തീയതിയാണ് ഇതിൻ്റെ ഫസ്റ്റ് സർവീസിൻ്റെ ഡേറ്റ് വന്നത്. അപ്പോഴത്തേക്ക് സർവീസൊക്കെ ഒരു അത്യാവശ്യം ഒരു ആവറേജ് സർവീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം ഇതിനകത്ത് മെയിനായിട്ടും ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഓയിൽ ചേഞ്ചിങ് ആണ് വരുന്നത്. പിന്നെ നോർമലി ഉള്ള മൊത്തത്തിലുള്ള ചെക്കപ്പ് മാത്രമാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ലോങ് പോയെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലം കൊല്ലമാണ്. അപ്പം ലോങ് പോയെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്ത് നിന്നും ട്രിവാൻഡ്രം വരെ ഈ ഫസ്റ്റ് സർവീസിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പോയായിരുന്നു. പോയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ഒരു കംഫർട്ടാണ്. എന്ന് വെച്ചാൽ ലോങ് ഡ്രൈവിന് ഇത് ഒരു ആവറേജ് കംഫർട്ടാണ് നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസും കൂടെ നമ്മൾ നോക്കണം. അത്യാവശ്യം യൂണിക്കോണിൻ്റെ ഏകദേശം സസ്പെൻഷനും കാര്യങ്ങളും തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. 162 cc ആണ് വരുന്നത്. ഓൾറെഡി 160 cc ആയിട്ടാണ് നമ്മൾ ഈ SP160 എന്ന് പറഞ്ഞാൽ. പക്ഷേ ഓൾറെഡി 162 cc ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലോക്കലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടാണ്. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ലോങ് റൈഡൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ആവറേജ് കംഫർട്ട് ലെവലാണ് ഇതിന് കിട്ടുന്നത്. അത്ര വലിയ കംഫർട്ടൊന്നും അല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മൊത്തത്തിൽ കുഴപ്പമില്ല. വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല. ഞാനിത് ഓൺ റോഡ് ഇറക്കിയപ്പോഴത്തേക്ക് ഏകദേശം 1,61,000 രൂപയായി. 1,61,000 രൂപ എന്ന് പറഞ്ഞാൽ ഞാനിതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി, ഹോണ്ടയുടെ ഒരു 10 വർഷത്തെ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടിയും കൂടെ ചേർത്താണ് എനിക്ക് ഈ പേയ്മെൻ്റ് ആയത്. അല്ലെങ്കിൽ ഇത്രയും രൂപത്തിൽ അത് ഏകദേശം ഒരു 2,500 രൂപയാണ് ആ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടിക്ക് എനിക്ക് എൻ്റെ ഷോറൂമുകാർ വാങ്ങിച്ചത്. അപ്പം എന്തായാലും അത് എടുത്തിരിക്കുന്നത് നല്ലതാണ്. കാര്യം ഇതിൻ്റെ എൻജിൻ പാർട്ടിന് എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഇതൊരു മെക്കാനിക്കൽ ഈ സംഭവങ്ങളാണല്ലോ ഇത് വരുന്നത്. അപ്പോഴത്തേക്കും അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എൻജിൻ സൈഡിൻ്റെ ഓരോ പാർട്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് വാങ്ങിക്കാൻ പോകുന്നെങ്കിലും ഷോറൂമുകാരുടെ അടുത്ത് എന്തൊക്കെയാണ് വാറണ്ടി എന്ന് ചോദിച്ചിട്ട് മാത്രം വാങ്ങുക. എന്തൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് അതിനകത്ത് നോക്കി തന്നെ നമ്മൾ ആ എക്സ്റ്റൻഡ് വാറണ്ടി വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഹോണ്ട 160 SP-യുടെ പോസിറ്റീവ് സൈഡ്സൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് തന്നെയാണ് വണ്ടി തരുന്നത്. ലോങ് റൈഡിന് ഞാൻ നേരത്തെ പറഞ്ഞ ആവറേജ് ഒരിതാണ്. പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററൊക്കെ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മീറ്ററാണ്. എന്ന് വെച്ചാൽ നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓവറായിട്ട് ഈ വെട്ടം മുഖത്തേക്ക് അടിക്കുന്ന ഒരു സംഭവമില്ല. ചെറിയൊരു മങ്ങിയിട്ടുള്ളൊരു ലൈറ്റാണ്. എന്ന് വെച്ചാൽ ഡീസൻ്റ് ആയിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. പിന്നെ അതിൻ്റെ ഹാൻഡിൽ ബാർ, അത് അത്യാവശ്യം നല്ലൊരു ഹാൻഡിലിംഗ് പൊസിഷനാണ് നമുക്ക് തരുന്നത്. അതും നല്ലൊരു കാര്യമാണ് കമ്പനി കൊടുത്തേക്കുന്നത്. പിന്നീട് നമ്മളെ എന്താണോ യൂണിക്കോൺ 160-ൽ വരുന്നത് ഏകദേശം അതേപോലെ തന്നെ ആ എൻജിൻ തന്നെയാണ് അവർ ഇതിനകത്തും കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പവറിൽ കാര്യത്തിലോ ഒന്നും വ്യത്യാസമില്ല. പവറൊക്കെ സെയിം തന്നെയാണ്, ആ എൻജിൻ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ലുക്സ് വ്യത്യാസമുണ്ട്. പിന്നീട് ഇത് നമുക്ക് 2 ഇതിൽ വരുന്നുള്ളൂ ബ്രേക്കിങ്. ഞാൻ എടുത്തേക്കെന്ന് വെച്ചാൽ ഡ്യുവൽ ഡിസ്ക്കാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ബാക്കിൽ ABS വരുന്നില്ല, നോർമൽ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രം ബ്രേക്കും വരുന്നുണ്ട്. ഡ്രം ബ്രേക്കും ഈ ഡ്യുവൽ ഡിസ്കും കൂടെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല 5,000-5,500 രൂപയുടെ പ്രൈസ് കുറവായിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ എൻജിൻ നല്ല റിഫൈൻമെൻ്റ് ആയിട്ടുള്ളൊരു എൻജിനാണ്. വലിയ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. എന്ന് വെച്ചാൽ നേരത്തെ കണക്ക് തന്നെ. നമുക്ക് ഇതിൻ്റെ എൻജിൻ നോയ്സ് ഒന്ന് കേട്ട് നോക്കാം.
അപ്പോൾ നമ്മളെ യൂണിക്കോണിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് പ്രൈസ് ഒരു 15,000 രൂപയുടെ വ്യത്യാസമുണ്ട് നമ്മളെ യൂണിക്കോൺ 160 ആയിട്ട് SP 160 ആയിട്ടുള്ളൊരു എന്നുവെച്ചാൽ ഇതിന് ഒരു 15,000 രൂപ കൂടുതലാണ് SP 160ക്ക്. പിന്നെ കുറച്ച് എന്തെങ്കിലും ഒരു ചേഞ്ച് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ യൂണിക്കോൺ കാണാം. അപ്പോൾ അതിൽ നിന്ന് ചിലർക്ക് ഒരു മാറ്റം വേണം, ആ ഒരു ഡിസൈനിൽ നിന്നൊരു മാറ്റം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം. പക്ഷേങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ രണ്ട് വണ്ടികളിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് കംഫർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെയിമാണ്. പിന്നീട് സീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ സീറ്റ് ഇതിന് കുറച്ച് ഷോർട്ടാണ്, ഒരു 100 mm സംതിങ് എന്തോ വ്യത്യാസമുണ്ട്. യൂണിക്കോണാണ് കുറച്ചുകൂടെ സീറ്റിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ കൂടുതൽ, ഇതിന് കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് ഇതിനകത്ത്. പിന്നെ ടാങ്ക് നമുക്കിതിനകത്തൊരു ഫൈബർ ടാങ്കാണ് വരുന്നത്. യൂണിക്കോണിലാകുമ്പോൾ നമുക്കൊരു മെറ്റൽ ടാങ്ക് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ നെഗറ്റീവ് സൈഡ് ഒന്ന് നോക്കാം. രാവിലെ എടുക്കുമ്പോഴത്തേക്കും ഒരു 2000 RPM ഒരു മിനിറ്റോളം ഈ വണ്ടി ഒന്ന് റൈസായിട്ടിരിക്കും. ആ സംഭവം ഈ യൂണിക്കോണിലും ഉണ്ട്. എന്നുവെച്ചാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതിനു ശേഷം ഉണ്ട്. അത് ഓട്ടോ ചോക്ക് വരുന്നതാണെന്ന് കമ്പനി പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു സംഭവം ഒരു 2 മണിക്കൂർ നമ്മൾ രാവിലെ എടുത്തിട്ട് എവിടെയെങ്കിലും പോയി ഇച്ചിരി ലോങ് ഒക്കെ പോകാമെന്ന് വിചാരിക്കുക. എന്നിട്ടൊരു എപ്പോഴേക്കും നമ്മൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടൊരു 2-2.5 മണിക്കൂറിന് ശേഷം വണ്ടി വീണ്ടും എടുക്കുകയാണെങ്കിൽ, ഓഫ് ചെയ്തിട്ട് വീണ്ടും എടുക്കുകയാണെങ്കിൽ ആ സെയിം സംഭവം വീണ്ടും കാണിക്കും. എന്ന് പറഞ്ഞാൽ അത് റിപ്പീറ്റായിട്ട് ഈ 2000 RPM ഒരു മിനിറ്റ് സംതിങ് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് റൈസായിട്ടിരിക്കും. പിന്നീട് അതിനുശേഷം നമുക്ക് നോർമൽ RPM വരും. ആ ഒരു സംഭവം ഇപ്പോഴും കമ്പനി ഒരു മാറ്റം വരുത്തിയിട്ടില്ല. പിന്നീട് നമ്മളെ ഗിയർ ഇതണക്ക് വീഴാത്തൊരു സംഭവം, ഫസ്റ്റ് ഗിയറിൻ്റെ വിഷയം അത് കുറേ നാളുണ്ട്. ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതിനു ശേഷമാണ്. എനിക്ക് തോന്നുന്നു 150 ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഈ 160 എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു എഞ്ചിൻ ആയതുകൊണ്ട് ഈ ഒരു വിഷയം നേരത്തെ തൊട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ ഇടുമ്പോഴത്തേക്കും ഇട്ടിട്ട് നമ്മൾ സെക്കൻഡിലേക്ക് ഇടുമ്പോൾ ന്യൂട്രലായി വീഴുന്ന ചില സമയങ്ങൾ ന്യൂട്രാവുന്നൊരു സംഭവം ഇപ്പോഴും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സർവീസ് സെൻറ്ററിൽ ഞാൻ പോയപ്പോൾ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് സർവീസിന് ഞാൻ പോയപ്പോൾ പറഞ്ഞായിരുന്നു, അത് വലിയ മാറ്റങ്ങളൊന്നുമില്ല, അത് പഴയ കണക്ക് തന്നെ. പിന്നീട് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ തന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 3rd ഗിയറിലൊക്കെ പോവുകയാണെങ്കിൽ 4th ഗിയറിലേക്ക് ഇടുമ്പോഴും ആ ഒരു വിഷയം, കറക്റ്റ് ഗിയർ വീഴാത്തൊരു വിഷയം, അതിങ്ങനെ കടകടാന്ന് അടിക്കും. കറക്റ്റായിട്ട് നമ്മൾ ഈ ഗിയർ വീഴാതിരിക്കുന്നൊരു സംഭവമില്ലേ, അത് വീഴാതിരിക്കുന്നതിൻ്റെ സംഭവം കാണിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാണിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇപ്പം കാണിക്കായിരിക്കും ഇങ്ങനെ അത് ലോഡായിക്കൊണ്ടിരിക്കും, കറക്റ്റ് അത് കാണിക്കാതെ. അങ്ങനെ ഒരു വിഷയം അതിപ്പം അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ സഡൻ ഇപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഗിയർ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ആവുന്ന ആ ഒരു സിറ്റുവേഷൻ വരേണ്ട സാഹചര്യത്തിലും ഈ പറയുന്നത് സ്പീഡായിട്ട് നമുക്ക് മാറാൻ പറ്റത്തില്ല. അതിങ്ങനെ ലോക്കായിരിക്കും. ഫസ്റ്റ് ഗിയറിലോട്ട് വരത്തില്ല, ന്യൂട്രലിലോട്ടും വരത്തില്ല. അങ്ങനെയും അതും ചില സമയങ്ങളിൽ അങ്ങനെയും വരാറുണ്ട്. അതും നേരത്തെ തൊട്ടേയുള്ള ഈ യൂണിക്കോൺ 160യിലും ആ ഒരു പ്രശ്നമുണ്ട്. അതും ഇതുവരെ അവർ സോൾവ് ചെയ്തിട്ടില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഈ പുറകിൽ വരുമ്പോഴത്തേക്കും പുറകിലിരിക്കുന്ന ആൾക്ക് ചെളി തെറിക്കുന്നൊരു വിഷയം പറയുന്നുണ്ട്. അത് എത്രത്തോളം ഉള്ളതാണെന്ന് അറിയത്തില്ല. ഞാൻ ഒരാളടുത്ത് ചോദിച്ചപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഒരാളടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് അങ്ങനെ പുറകിരിക്കുന്ന ആളുടെ കാലിലൊക്കെ തെറിക്കുമെന്നാണ് പറയുന്നത്. ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ. ഇവിടെ നമുക്കൊരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ചെളി തെറിക്കാതിരിക്കുന്ന ഒരു ഷീൽഡ്. പക്ഷേ എങ്കിൽ നല്ല മഴയത്തൊക്കെ വേണമെങ്കിൽ ഇവിടെ എല്ലാം നമ്മുടെ ഈ സസ്പെൻഷൻ്റെയൊക്കെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ ചെളിയാവും. അതുകൊണ്ട് എപ്പോഴും നല്ല ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു സംഭവമുണ്ട്. പിന്നീട് നമുക്ക് ഈ സംഭവം അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു സംഭവമാണ്, ഈ ചെളി കറിക്കുന്നൊരു സംഭവം. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ചെളി കറിപ്പുണ്ട്. പിന്നെ എൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ ചെറിയ കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ 15 ദിവസമായി ഇതെടുത്തിട്ട്. ഈ ബ്രേക്കിൻ്റെ പാഡ് കണ്ടോ, ഇവിടെ കണ്ട പെയിൻറ്റ് ഉപയോഗിക്കുന്നത് നല്ല സൂക്ഷിച്ച് നോക്കി അറിയാം. എന്തിനാണെന്ന് അറിയാൻ വയ്യ. ഞാൻ നോർമലി ചെരുപ്പാണ് ഉപയോഗിക്കുന്നത്, എന്നിട്ട് ഇവിടുത്തെ പെയിൻറ്റ് കട്ടായേക്കുന്നത്.
ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ കുറവാണ്. നമ്മൾ ഡിമ്മിൽ പോവുകയാണെങ്കിൽ നല്ല കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഡിമ്മിൽ പോകുമ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ ലൈറ്റ് സ്ട്രൈറ്റ് അല്ല പോകുന്നത്, മേളിലോട്ട് പോകുന്ന കണക്കുള്ളൊരു ഫീലിംഗാണ്. അത് കണക്ക് തന്നെ ബ്രൈറ്റ് ആക്കുമ്പോഴും അങ്ങനെയാണ്, അത് മേപ്പോട്ടാണ് അടിക്കുന്നത്. പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഞാൻ എൻ്റെ യൂസർ ഗൈഡ് നോക്കിയപ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം ഈ വണ്ടി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഇതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം. എന്നാലും എനിക്ക് തോന്നുന്നില്ല ഒരു ഇത് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിസിബിലിറ്റി കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യം ഓക്കെയാണ്. അത്യാവശ്യം നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. രണ്ടുപേരൊക്കെ പോയാലും അത്യാവശ്യം നല്ല വലിവൊക്കെ ഉണ്ട്. ഇങ്ങനെ പമ്മുന്നൊരു ഇതൊന്നുമില്ല. നല്ല പവറാണ്. കൈ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വണ്ടി കയറി പോകുന്നുണ്ട്. പമ്മലൊന്നുമില്ല, ഇടയ്ക്ക് എക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഫാസ്റ്റായിട്ട് തന്നെ എൻ്റെ ആക്സലറേഷനൊക്കെ ആ കാര്യത്തിലൊക്കെ അടിപൊളിയാണ് വണ്ടി. പിന്നെ അടുത്തൊരു പോരായ്മയായിട്ട് പറയാൻ, ഈ സീറ്റിങ്ങിൻ്റെ ഒരു കംഫർട്ട് ലെവൽ ഇച്ചിരി കുറവാണ്. എൻ്റെ കുഷനിങ്ങൊക്കെ നമ്മൾ ലോങ്ങൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുപാട് നേരം ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഇതാണ്. പക്ഷേ നമ്മൾ അപ്പോൾസറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സ്പോഞ്ചിൻ്റെ ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എന്നാലും ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒരുപാട് നേരം നമുക്ക് യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ മൈലേജിനെ കുറിച്ച് പറയാൻ, മൈലേജൊക്കെ അത്യാവശ്യം നമുക്ക് ഡീസൻ്റായിട്ടുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 58ഒക്കെയാണ് കാണിക്കുന്നത്. എനിക്കിത് 63 സംതിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ റോഡിലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കാട്ടിയും താഴെ അത്രയൊന്നും കിട്ടത്തില്ല. ഒരു 55, 52 പ്രതീക്ഷിച്ചാൽ മതി. പിന്നീട് നമുക്കിതിനകത്ത് E20 ഫ്യൂവൽ സപ്പോർട്ട് ആയതുകൊണ്ട് മാക്സിമം ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം E20 സപ്പോർട്ട് ആയതുകൊണ്ട് മാക്സിമം ആ ഫ്യൂവൽ അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഇതുവരെ E20 ഫ്യൂവൽ ഞാൻ അടിച്ചിട്ടില്ല. അതടിക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് കുറച്ചുകൂടെ മൈലേജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഈ വാഹനത്തിൽ ഒരു 500 കിലോമീറ്റർ ആയപ്പം വന്ന ഒരു ഫീഡ്ബാക്കാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ തുടർന്നും ഇനി ഇതിൻ്റെ റിവ്യൂ ഉണ്ടായിരിക്കും. ഇതിന് കിലോമീറ്റർ കൂടുന്നതനുസരിച്ചുള്ള റിവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് കൊണ്ടു നടക്കാവുന്നൊരു വണ്ടിയാണ്. വലിയ വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല. കാര്യം ടാങ്ക് ഫൈബറൊക്കെ ആയതുകൊണ്ട് ഇപ്പം ബാക്കി എല്ലാ പാർട്ടുകളും ഫൈബർ പാർട്ടാണ്. ഈ സൈഡും നല്ല ഫൈബർ പാർട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ വണ്ടിക്ക് ചെറിയൊരു വെയിറ്റ് കുറവുണ്ട്. ഇപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാനും നല്ലതാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്ന സംഭവമൊന്നുമില്ല. നല്ലൊരു സ്റ്റെബിലിറ്റി തന്നെയാണ്, ഏറെ പിടുത്തമൊന്നുമില്ല.